ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനം കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 അൽ ഹിക്കായ നഖറുൽ ഹിക്കായത്ത വനുജീബ് അനിൽ അസ്ഇലതി താലിയ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മസാ എൻ ഖറജ ഹാഷിം മഅൽ അസ്ദിഖാഇ ഇലൽ മൈദാനി. വൈകുന്നേരം ഹാഷിം തന്റെ കൂട്ടുകാരോടൊപ്പം മൈതാനത്തേക്ക് പുറപ്പെട്ടു. വറഅൽ ഫളലാത്തി ഫി ജാനിബി ത്വരീഖി. അങ്ങനെ വഴിയരികിൽ അവർ കുറച്ച് അവശിഷ്ടങ്ങൾ കണ്ടു. ഖാല ഹാഷിം ലിൽ അസ്ദിഖാ. അങ്ങനെ ഹാഷിം അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഹയ്യ നുനല്ലിഫു ത്വരീഖ. വരൂ, നമ്മൾക്ക് ഈ വഴി വൃത്തിയാക്കാം. അപ്പോൾ അവന്റെ കൂട്ടുകാർ മറുപടി എന്താണ് പറഞ്ഞത്? ഹാദിഹി ഫിക്രത്തുൻ ജയ്യിദ. ഇത് നല്ലൊരു കാര്യമാണ്. ബദഉ യുനല്ലിഫൂന ത്വരീഖ. അങ്ങനെ അവർ വഴി വൃത്തിയാക്കാൻ തുടങ്ങി. ഫറഅത് ഉമ്മു ഹാഷിം അമലൽ ഔലാദ്. ഹാഷിമിന്റെ ഉമ്മ കുട്ടികളുടെ ഈ പ്രവൃത്തി കണ്ടു. ഫസനഅത് കഅകൻ വഖദ്ദമത് ലഹും. അവർ ഒരു കേക്ക് ഉണ്ടാക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. ഫശക്കറഹൽ ഔലാദ്. അങ്ങനെ കുട്ടികൾ അവരോട് നന്ദി പറഞ്ഞു. ഫഖാലത്തിൽ ഉമ്മ. അപ്പോൾ ഉമ്മ എന്താണ് പറഞ്ഞത്? ഹാദാ അമലുൻ മിസാലിയൻ. ഇത് മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. അൽ മുഹാഫളതു അലാ നലാഫത്തിൽ ബിഅതി വാജിബുൻ അലൽ ജമീഅ. പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാദിഹി ഫിക്രത്തുൻ ജയ്യിദ. മൻ ഖാല ഹാദാ. ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അൽ ഉമ്മ ഉമ്മ, ഹാഷിം, അൽ അസ്ദിഖാ കൂട്ടുകാർ, അൽ അബ് ഉപ്പ. എന്താണ് ആൻസർ? മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ശരിയായത്, അല്ലേ? അൽ അസ്ദിഖാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മതാ ഖറജ ഹാഷിം വൽ അസ്ദിഖാ ഇലൽ മൈദാൻ. എപ്പോഴാണ് ഹാഷിമും അവന്റെ കൂട്ടുകാരും മൈതാനത്തിലേക്ക് പുറപ്പെട്ടത്? എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? സ്വബാഹൻ രാവിലെ, ബഅദൽ ളുഹർ ളുഹറിന് ശേഷം, ബഅദൽ അസ്ർ അസ്റിന് ശേഷം, ലൈലൻ രാത്രി. ഏതാണ് ആൻസർ? മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം. എന്താണ്? ബഅദൽ അസ്ർ. തേർഡ് ക്വസ്റ്റ്യൻ, മാദാ സ്വനഅതിൽ ഉമ്മുലിൽ ഔലാദി. എന്താണ് ഉമ്മ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്? ഓപ്ഷൻസ് എന്തെല്ലാമാണ്? അസ്വീറൻ ജ്യൂസ്, റുസൻ ചോറ്, കഅകൻ കേക്ക്, ഹലീബൻ പാല്. ഏതാണ് ശരിയായ ഉത്തരം? മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കഅകൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാദാ റഅൽ ഔലാദു ഫി ജാനിബി ത്വരീഖി. എന്താണ് കുട്ടികൾ വഴിയരികിൽ കണ്ടത്? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അൽ ഫളലാത്ത് വേസ്റ്റ്, അൽ ഫാക്കിഹ പഴങ്ങൾ, അൽ ഖദറവാത്ത് പച്ചക്കറികൾ, അൽ ഫഅർ എലി. ഏതാണ് ആൻസർ? ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ശരിയായത്, അൽ ഫളലാത്ത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നക്തുബു ഉൻവാനൻ ലിഹാദിഹിൽ ഹിക്കായ. ഈ പാരഗ്രാഫിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ നൽകുക? ഹാഫിൽ അലാ നലാഫത്തിൽ ബിഅ. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ആക്ടിവിറ്റി 2 അൽ ഹിവാർ നുകമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് സംഭാഷണം പൂർത്തിയാക്കാനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഉചിതമായവ എടുത്ത് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം പൂർത്തിയാക്കിയാൽ മതി. നൽകിയിരിക്കുന്ന സൂചനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അൽ ഖദറവാത്ത് പച്ചക്കറികൾ, തഫല്ലൽ ഇതാ പിടിച്ചോളൂ, ഹൽ തുരീദുൽ ഫാക്കിഹ പഴങ്ങൾ ആവശ്യമുണ്ടോ, അബോയി കിലോ വാഹിദ് ഫഖത്ത് എനിക്ക് 1 കിലോഗ്രാം മതി, കമിൽ മബ്ലഗ് ആകെ എത്രയായി. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം, അല്ലേ? അറാദ ജാബിർ ഷിറാ ബാലൽ ഹലറവാത്തി വൽ ഫവാക്കിഹി മിന സൂഖി ഫദാറ ബൈനഹു വ ബൈനൽ ബയ്യാഇ ഹിവാർ. ജാബിർ കടയിൽ നിന്നും കുറച്ച് പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കടക്കാരനും ജാബിറും തമ്മിലൊരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അൽ ബയ്യാ. ആദ്യം തന്നെ കടക്കാരൻ കാണുമ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജാബിർ എന്താണ് മറുപടി പറയുക? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അൽ ബയ്യാ കടക്കാരൻ എന്താണ് പറയുന്നത്? തഫല്ലൽ വരൂ. അയ്യോ ഹിദ്മ എന്താണ് വേണ്ടത്? അപ്പോൾ ജാബിർ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ജാബിർ പഴങ്ങളും പച്ചക്കറികളും വാങ്ങാനാണ് കടയിലേക്ക് പോയത്, അല്ലേ? അപ്പോൾ അൽ ബയ്യാ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കിയാൽ നമ്മൾക്ക് ജാബിർ എന്താണ് പറഞ്ഞതെന്ന് കിട്ടും. അടുത്ത
വരിയിൽ അൽ ബയ്യ എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. അയ്യുൽ ഖലറവാത്തി തുരീദു. ഏതെല്ലാം പച്ചക്കറികളാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അൽ ബയ്യ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജാബിർ എന്തായിരിക്കും തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ടാവുക? അൽ ഖലറവാത്ത്, പച്ചക്കറികൾ. ലോ സമഹ്ത, പ്ലീസ്. അൽ ഖലറവാത്ത് എന്ന് നമ്മൾ സൂചനകളിൽ നിന്നും എടുത്തവിടെ പൂരിപ്പിച്ചാൽ മതി. അപ്പോഴാണ് അൽ ബയ്യ അയ്യുൽ ഖലറവാത്തി തുരീദു, നിങ്ങൾക്ക് ഏതെല്ലാം പച്ചക്കറികളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചത്. അപ്പോൾ ജാബിർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തൊമാത്തിം വ ഡാഷ് വ ഡാഷ്. തക്കാളിയും പിന്നെ കൂട്ടുകാർക്കറിയുന്ന ഏതെങ്കിലും 2 പച്ചക്കറികളുടെ പേരവിടെ എഴുതി ചേർത്താൽ മതി. ഇതെല്ലാം നമ്മൾക്ക് എഴുതാം. ബാമിയ വ ഫുൽഫുൽ, വെണ്ടയും പച്ചമുളകും. അൽ ബയ്യ പിന്നീട് എന്തായിരിക്കും കടക്കാരൻ ചോദിച്ചിട്ടുണ്ടാവുക? അതറിയണമെങ്കിൽ നമ്മൾ ജാബിർ എന്താണ് അതിന് മറുപടി നൽകിയതെന്ന് നോക്കിയാൽ മതി. എന്താണ് ജാബിർ മറുപടി പറഞ്ഞിരിക്കുന്നത്? നഅം, അതെ. അബഗി മൗസത്തൻ വ തുഫാഹത്തൻ വ ബുർത്തുഖാലൻ. എനിക്ക് പഴവും ആപ്പിളും ഓറഞ്ചുമാണ് വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും അൽ ബയ്യ ചോദിച്ചിട്ടുണ്ടാവുക? ഓപ്ഷനിൽ നോക്കൂ, എന്താണുള്ളത്? ഹൽ തുരീദുൽ ഫാക്കിഹ, നിങ്ങൾക്ക് പഴങ്ങൾ ആവശ്യമായിട്ടുണ്ടോ? അപ്പോഴാണ് ജാബിർ പഴങ്ങളുടെ പേരുകൾ പറഞ്ഞത്. ഇനിയോ അൽ ബയ്യ കടക്കാരൻ പിന്നീട് എന്താണ് ചോദിക്കുന്നത്? കം തുരീദു മിന തുഫാഹി, ആപ്പിൾ നിങ്ങൾ എത്രയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജാബിർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ ഓപ്ഷനിൽ നിന്നും എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? അബഗി കിലോ വാഹിദ് ഫഖത്ത്, എനിക്ക് 1 കിലോയാണ് വേണ്ടത്. കം റൂബിയ, എത്രയാണ് വില? അൽ ബയ്യ കടക്കാരൻ എന്താണ് പറയുന്നത്? മിഅത്ത് റൂബിയത്തിൻ ലി കിലോ, 1 കിലോയ്ക്ക് 100 രൂപയാണ്. പിന്നീട് ജാബിർ എന്താണ് പറയുന്നത്? ആത്തി ബുർത്തുഖാലൻ ലി 50 റൂബിയ വ മൗസൻ ലി 20 റൂബിയ, എനിക്ക് ഓറഞ്ച് 50 രൂപയ്ക്കും പഴം 20 രൂപയ്ക്കുമാണ് വേണ്ടത്. അൽ ബയ്യ കടക്കാരൻ എന്താണ് പറയുന്നത്? മിൻ ഫദ്ലിക് ഖുദ് ഹാദൽ കീസ്, പ്ലീസ് ഈ കീസ് ഒന്ന് പിടിക്കൂ. പിന്നീട് ജാബിർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ആകെ എത്രയാണ് വില എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഓപ്ഷനിൽ നിന്നും കമിൽ മബലാഗ് എന്നവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. പിന്നീട് അൽ ബയ്യ കടക്കാരൻ എന്താണ് പറയുന്നത്? അൽ മബലഗു മിഅതാനി വ അർബഊന റൂബിയ, 240 രൂപയാണ് ആകെ വില. അപ്പോൾ ജാബിർ എന്താണ് പറയുന്നത്? ഹാത്തിൽ ഫാത്തൂറ, ബില്ല് തരൂ. അപ്പോൾ അൽ ബയ്യ എന്തായിരിക്കും പറയുക? ഓപ്ഷനിൽ നിന്നും തഫല്ലൽ, ഇതാ പിടിച്ചോളൂ എന്ന് നമ്മൾ എഴുതിയാൽ മതി. ജാബിർ ശുക്രൻ, താങ്ക് യു. അൽ ബയ്യ എന്താണ് മറുപടി പറയുക? അഫ്വൻ. ആക്ടിവിറ്റി 3 അൽ ബയാനാത്ത് ശഖ്സിയ, ബയോഡാറ്റ. ക്യാന രാജീവ് ഗാന്ധി റئീസ് വസറാഇൽ ഹിന്ദി സാബിർ. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ 7ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ولد في 28 أغسطس 1944 മീലാദ് ബിമുംബൈ. 1944 ഓഗസ്റ്റ് 28 മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. വാലിദുഹു ഫിറോസ് ഗാന്ധി, അദ്ദേഹത്തിന്റെ പിതാവ് ഫിറോസ് ഗാന്ധിയാണ്. വാലിദത്തുഹു ഇന്ദിരാഗാന്ധി, അദ്ദേഹത്തിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയാണ്. തസവജ രാജീവ് ഗാന്ധി ബി സോണിയ ഗാന്ധി സനത 1968 മീലാദ്. 1968 രാജീവ് ഗാന്ധി സോണിയ ഗാന്ധിയെ വിവാഹം കഴിച്ചത്. ലഹു ഇബ്നുൻ വ ബിൻതുൻ, അവർക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട്. ഓഹത്തിയിലെ രാജീവ് ഗാന്ധി ഫി ബൽദത്തി ശ്രീ പരമ്പത്തൂർ മിൻ വിലായത്തി തമിഴ്നാടു ഫി വാഹിദും വ 20 മായു സനത 1991 മീലാദ്. 1991 മെയ് 21 തമിഴ്നാടു സംസ്ഥാനത്തിലെ ശ്രീ പരമ്പത്തൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നഖറു തർജമത്തുൽ ഹയാത്തി വ നഅദ് ബയാനാത്തിൻ ശഖ്സിയത്തിൻ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ജീവചരിത്ര കുറിപ്പ് വായിച്ചിട്ട് താഴെ നൽകിയിരിക്കുന്ന ഈ ബയോഡാറ്റ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൽ ഇസ്മുൽ കാമിൽ, മുഴുവൻ പേരെന്താണ്? രാജീവ് ഗാന്ധി. പിന്നെയോ ഇസ്മുൽ വാലിദ്, പിതാവിന്റെ പേരെന്താണ്? ഫിറോസ് ഗാന്ധി. പിന്നെയോ ഇസ്മുൽ വാലിദ, മാതാവിന്റെ പേരെന്താണ്? ഇന്ദിരാ ഗാന്ധി. താരിഖുൽ മീലാദ്, ജനന തീയതി എന്നാണ്? 1944 ഓഗസ്റ്റ് 28. മക്കാനുൽ മീലാദ്, ജനന സ്ഥലം എവിടെയാണ്? മുംബൈ.
താരിഖുൽ വഫാത്ത്. മരണപ്പെട്ട വർഷം എന്നാണ് 1991 മെയ് 21. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നുജീബു അനിൽ അസ്ഇലതി താലിയ. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാ ഇസ്മു സൗജത്തി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ പത്നിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പേരെന്തായിരുന്നു? സോണിയ ഗാന്ധി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫി അയ്യ വിലായത്തിൻ യഖൗ ശ്രീപെരുമ്പത്തൂർ. ശ്രീപെരുമ്പത്തൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാടു ആണ് അല്ലേ? ആക്ടിവിറ്റി 4 മുദക്കിറ. നഖറുൽ ഫിഖറ വനഇദ് മുദക്കിറ യൗമിയ ബിമുസാഅദതിഹ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സഹായത്തോടെ നിങ്ങളുടെ ദിനചര്യ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുനീറുൻ യഖൂമു മിനൻ നൗമി മുബക്കിറൻ. മുനീർ ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. യുനല്ലിഫുൽ അസ്നാന ബിൽ ഫുർഷ. അവൻ ബ്രഷ് ഉപയോഗിച്ച് പല്ലു തേച്ചു. യുസല്ലി സ്വലാത്തു സുബ്ഹി വയതനാവലുൽ ഫതൂറ. സുബ്ഹ് നമസ്കാരത്തിന് ശേഷം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. യദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ അല ദറാജത്തി വയദ്റുസു ജയ്യിദൻ. അവൻ സൈക്കിളിൽ സ്കൂളിൽ പോകുകയും നല്ലവണ്ണം പഠിക്കുകയും ചെയ്തു. യുസല്ലി സ്വലാത്തുൽ ളുഹ്രി വയർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. അവൻ ലുഹ്ർ നമസ്കരിക്കുകയും വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. യൽഅബു മഅൽ അസ്ദിഖാഇ. അങ്ങനെ കൂട്ടുകാരോടൊപ്പം കളിച്ചു. ബഅദ സ്വലാത്തിൽ മഗ്രിബി യക്തുബുൽ വാജിബാത്തിൽ മൻസിലിയ. മഗ്രിബ് നമസ്കാര ശേഷം അവൻ ഹോംവർക്ക് ചെയ്തു. യനാമു ഖബ്ല സഅത്തിൽ ആശിറ. 10 മണിക്ക് മുമ്പായി അവൻ ഉറങ്ങി. ഇനി നിങ്ങളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ദിനചര്യയായി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? അന അഖൂമു മിനൻ നൗമി മുബക്കിറൻ. മുനീർ എന്നത് അന എന്നായി മാറി. പിന്നെയോ യഖൂമു എന്നത് അഖൂമു എന്നായി മാറിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് വരേണ്ടത്? യുനല്ലിഫു എന്നത് ഉനല്ലിഫു എന്നായി മാറും. പിന്നെയോ യുസ്വല്ലി എന്നത് ഉസ്വല്ലി എന്നായി മാറും. പിന്നെയോ യതനാവലു എന്നത് അത്തനാവലു എന്നായി മാറും. യദ്ഹബു എന്നത് അദ്ഹബു എന്നായി മാറും. പിന്നെയോ യദ്റുസു എന്നത് അദ്റുസു എന്നായി മാറും. യുസ്വല്ലി എന്നത് ഉസ്വല്ലി എന്നായി മാറും. യർജിഉ എന്നത് അർജിഉ എന്നായി മാറും. യൽഅബു എന്നത് അൽഅബു എന്നായി മാറും. യക്തുബു എന്നത് അക്തുബു എന്നായി മാറും. യനാമു എന്നത് അനാമു എന്നായി മാറും. ഇനി ഇതെല്ലാം വെച്ച് ഈ പാരഗ്രാഫ് കൂട്ടുകാർക്ക് പൂർത്തിയാക്കാമല്ലോ. ആക്ടിവിറ്റി 5 അൽ-ലാഇഹാത്ത്. പ്ലക്കാർഡുകൾ. നഅദുൽ ലാഇഹാത്ത്. عزمت المنتدى العربية على إعداد اللائحة بمناسبة اليوم العالمي للصحة. ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് അറബി ക്ലബിലെ അംഗങ്ങൾ കുറച്ച് പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. വാക്കുകൾ ക്രമീകരിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അല ഹാഫിൽ അന്നലാഫ. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഹാഫിൽ അല നലാഫ, വൃത്തിയായി സൂക്ഷിക്കുക. സെക്കൻഡ് വൺ, അൽഫമ യഗ്സിൽ വൽയദൈൻ. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? യഗ്സിലുൽ ഫമ വൽയദൈൻ, കൈയും മുഖവും കഴുകുക. തേർഡ് വൺ, ലിസുഹതി യൗമുൻ ആലമിയുൻ അസ്സാബിഉ അബ്രീൽ. എങ്ങനെയാണ് ക്രമീകരിച്ച് എഴുതേണ്ടത്? അസ്സാബിഉ ഏപ്രിൽ യൗമുൻ ആലമിയുൻ ലിസുഹ, ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഫോർത്ത് വൺ, മുളിറുൻ അത്തദ്ഖീനു ലിസുഹ. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? അത്തദ്ഖീനു മുളിറുൻ ലിസുഹ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഫിഫ്ത്ത് വൺ, മാഉൻ ഇശ്റബു നഖിയൻ. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഇശ്റബു മാഉൻ നഖിയൻ, ശുദ്ധമായ വെള്ളം കുടിക്കുക. ആക്ടിവിറ്റി 6 അൽ-മൻദൂം. നൻഷിദുൽ മൻദൂമ വനക്തശിഫുൽ അബിയാത്തിൽ മുനാസിബ ലിത്തസുരിഹാത്തി താലിയ. താഴെ നൽകിയിരിക്കുന്ന കവിത വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾക്ക് അനുയോജ്യമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാത്തി അൻത തസ്അ ലി സുറൂരി അൻത തഷ്ഖ ലി നജാത്തി വാലി ഉമ്മി കുല്ലു ഫദ്ലിൻ ഫഹിയ റൂഹി വഹയാത്തി അൻതുമ ലൗഉ സമായി കന്നുജൂമി സാത്തിആത്തി ലക്കുമ മാ ഇഷ്തുഹബ്ബി വദുആഇ ഫീ സ്വലാത്തി. ഫസ്റ്റ് വൺ, അൽ വാലിദു അഹ്ലു കുല്ലിൽ മക്റുമാത്തി. എല്ലാ ആദരവിനും അർഹനാണ് ഉപ്പ. അതിന് അനുയോജ്യമായ വരി ഏതാണ്? ഒന്നാമത്തെ വരിയാണ്. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാത്തി. സെക്കൻഡ് വൺ, അൽ ഉമ്മു വൽ അബു മിസ്ലുൻ നുജൂമി ഫിസ് സമായി. ഉമ്മയും ഉപ്പയും ആകാശത്തെ നക്ഷത്രം പോലെയാണ്.
ഏതാണ് അതിന് അനുയോജ്യമായ വരി? 4ാമത്തെ വരിയാണ്. അൻതുമാ ലൗ ഉസമാഇ കന്നുജൂമി സാത്തിആതി. തേർഡ് വൺ, അന അദ്ഉ ലി ഉമ്മി വലി അബി ഫി സ്വലാത്തി. ഞാൻ നമസ്കാരത്തിൽ ഉമ്മയ്ക്ക് വേണ്ടിയും ഉപ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഏതാണ് അതിന് അനുയോജ്യമായ വരി? 5ാമത്തെ വരിയാണ് അല്ലെ. ലകുമാ മാ ഇശ്തു ഹബ്ബി വദുആഇ ഫീ സ്വലാത്തി. ഫോർത്ത് വൺ, അൽ അബു യസ്അ ലിസുറൂറിൽ വലദി വനജാതിഹി. ഉപ്പ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും അധ്വാനിക്കും. അതിന് അനുയോജ്യമായ വരി ഏതാണ്? 2ാമത്തെ വരിയാണ്. അൻത തസ്അ ലിസുറൂറി അൻത തഷ്ഖ ലിനജാതി. ഫിഫ്ത് വൺ, അൽ ഉമ്മു റൂഹുൻ വഹയാത്തുൻ. ഉമ്മ ജീവിതവും ആത്മാവുമാണ്. അതിന് അനുയോജ്യമായ വരി ഏതാണ്? 3ാമത്തെ വരിയാണ്. വാലി ഉമ്മി കുല്ലു ഫദ്ലിൻ ഫഹിയ റൂഹി വഹയാത്തി. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 5 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.